ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. പക്ഷേ അതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഹമാസ് പറഞ്ഞു. ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. മുതിർന്ന ഹമാസ് വക്താവ് ഉസാമ ഹംദനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹംദാൻ അറിയിച്ചു. ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലിനായി ചർച്ചകൾക്ക് തയ്യാറാണ്. ചർച്ചകളെ ഹമാസ് പോസിറ്റീവായാണ് കാണുന്നത്. ഇസ്രായേലിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഹമാസിനുമേൽ US സമ്മർദ്ദം ചെലുത്തുകയാണെന്നും ഹംദാൻ പറഞ്ഞു. ഗാസയിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ മാത്രമേ സാധ്യമാവൂ എന്നാണ് ഇക്കാര്യത്തിലെ ഇസ്രായേൽ നിലപാട്. ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതോടെയാണ് വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയത്. അതേസമയം ഇസ്രായേലിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയാണ്. 1.30 ലക്ഷം ആളുകളാണ് ശനിയാഴ്ച രാത്രി നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കണമെന്നും ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നത്. വെടിനിർത്തൽ കരാർ ഇനിയും ചവറ്റുകൊട്ടയിലെറിയുവാൻ നെതന്യാഹുവിനെ അനുവദിക്കരുത് എന്ന് ബന്ദികളാക്കപ്പെട്ടവരിൽ ഒരാളുടെ ബന്ധു പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിനിടെ ബന്ദികളുടെ ബന്ധുക്കൾ വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. അതേസമയം ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന വംശഹത്യാ കുറ്റത്തിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിനൊപ്പം കക്ഷി ചേരാൻ സ്പെയിൻ അപേക്ഷ നൽകിയതായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറിയിച്ചു. കോടതിയുടെ ചട്ടങ്ങൾ ആർട്ടിക്കിൾ 63 ഉപയോഗപ്പെടുത്തിയാണ് സ്പെയിൻ കേസിൽ കക്ഷി ചേരുന്നത്. കേസിൽ ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പം കക്ഷി ചേരുമെന്ന് ജൂൺ 6 സ്പെയിൻ പ്രഖ്യാപിച്ചിരുന്നു. ഗാസയിൽ നടക്കുന്ന സൈനിക നടപടികളെ തുടർന്നാണ് ഈ തീരുമാനമെടുക്കുന്നതെന്ന് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറാസ് പറഞ്ഞിരുന്നു. ഗാസയിൽ മിഡിൽ ഈസ്റ്റിലും സമാധാനം തിരികെ വരണം. അത് സാധ്യമാകാൻ നമ്മൾ എല്ലാവരും കോടതിയിൽ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ നടക്കുന്ന കേസിൽ അണിചേരാനായി മെക്സിക്കോ, കൊളംബിയ, നിക്കരാഗ്വ, ലിബിയ, പലസ്തീൻ അതോറിറ്റി എന്നിവർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അനുമതി ലഭിച്ചാൽ ഇവർക്കും കേസിൽ കക്ഷി ചേരാൻ സാധിക്കും. ഇതോടെ വിചാരണാവേളയിൽ രേഖാമൂലമുള്ള വാദങ്ങൾ സമർപ്പിക്കാനും വാക്കാലുള്ള പ്രസ്താവനകൾ അവതരിപ്പിക്കാനും സാധിക്കും. ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന വംശഹത്യക്കെതിരെ 2023 ഡിസംബർ 29 ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിയമ നടപടി ആരംഭിച്ചത്. ഇതിനെ തുടർന്ന് ജനുവരി 26 വംശഹത്യ തടയണമെന്നും ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇസ്രായേലിനോട് കോടതി താൽക്കാലിക ഉത്തരവിൽ ആവശ്യപ്പെട്ടിരുന്നു. പട്ടിണി ഉൾപ്പെടെയുള്ള മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ചിൽ ദക്ഷിണാഫ്രിക്ക വീണ്ടും കോടതിയെ സമീപിച്ചു. ഗാസയുടെ തെക്കേ അറ്റത്തുള്ള റഫേൽ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്നും വംശഹത്യ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള സംഘങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ അനുമതി നൽകണമെന്നും മെയ് 26 കോടതി ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ മെയ്യിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി സ്പെയിനും നോർവേയും അയർലൻഡും അംഗീകരിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കലാണ് ഏക മാർഗമെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കി. അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ്, സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ്, നോർവേ പ്രധാനമന്ത്രി ജൊനാസ് ഗഹർ സ്റ്റോർ എന്നിവരാണ് ഇസ്രായേലിന്റെ പ്രതിഷേധത്തെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ച് രംഗത്തെത്തിയത്. തങ്ങളുടെ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഏക പരിഹാര മാർഗം പലസ്തീനെ ഒരു രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കലാണ്. അത്തരമൊരു നടപടിയിലൂടെയല്ലാതെ മേഖലയിൽ സമാധാനമുണ്ടാകില്ലെന്ന് നോർവേയുടെ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.